ഇന്നലെ രാവിലെയാണ് ഈ സങ്കടകരമായ സംഭവം ഉണ്ടായത്. ഇന്നലെ വെളുപ്പിന് ഒരു 3 മണിയോടുകൂടി ഈ മാഹിക്കടുത്ത് വടകരയ്ക്കും മാഹിക്കും ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചാണ് അച്ഛന്മാർ സഞ്ചരിച്ചിരുന്ന കാറ് ഒരു ടാങ്കറിൻ്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. ആ സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട പ്രിജിലച്ചനായിരുന്നു. കൊണ്ടാരപ്പറമ്പിലച്ചനും മുമ്പിൽ റെക്ടറച്ഛനും സോജനച്ഛനും ഉണ്ടായിരുന്നു. അവർക്ക് ദൈവകൃപയാൽ കാര്യമായ പരിക്ക് സംഭവിച്ചില്ല. മനോജച്ചനും മുണ്ടോളിക്കൽ ജോണച്ചനും പുറകിലായിരുന്നിരുന്നത്. ജോണച്ചനും പരിക്കുണ്ട്, എങ്കിലും ഗൗരവപ്പെട്ട പരിക്കല്ല. ഒരാശുപത്രിയിൽ ചികിത്സയിലാണ്. സോജനച്ചൻ ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. മനോജച്ചന് കാര്യമായ പരിക്ക് പറ്റി. ഈ ടാങ്കറിൻ്റെ ഒരു ബാക്കിലെ കമ്പി വന്ന് തട്ടിയത് മനോജച്ചൻ്റെ തലയുടെ ഒരു ഭാഗത്താണ്. ഈ ഭാഗത്തൊരു കാര്യമായ ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. അതുകൊണ്ട് ഒത്തിരി ബ്ലഡ് പോയി. ആശുപത്രി എത്തിയപ്പോഴത്തേക്കും തന്നെ അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. എത്തിയപ്പോൾ തന്നെ മരിച്ചു. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാര്യമായിട്ടുള്ള എക്സ്റ്റേണൽ ഇഞ്ചുറി എന്തെങ്കിലും അച്ഛനുണ്ടായിരുന്നു? മനോജനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. നെറ്റിയുടെ ഒരു ഭാഗത്ത് കാര്യമായ പരിക്കുണ്ടായിരുന്നു. അതാണ് മരണകാരണം എന്നാണ് അവർ പറഞ്ഞത്, ഡോക്ടേഴ്സ് പറഞ്ഞത്. ആദ്യം അച്ഛനെ അങ്ങോട്ട് ഏതാശുപത്രിയിലാണ്? ഇത് തൊട്ടടുത്ത് തന്നെ പാർക്കോ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. സാമാന്യ വലിയ ഹോസ്പിറ്റലാണ്. അവിടെ അവർ ആദ്യത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തു. മറ്റച്ഛന്മാരും അവിടെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. പിന്നെ ഒരു ന്യൂറോ കൂടുതൽ ആവശ്യം വന്നതുകൊണ്ട് ഞങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് മാറ്റിയതേ ഉള്ളൂ. അവരിപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നല്ലേ? അതിൽ ബഹുമാനപ്പെട്ട സോജൻ കരോട്ടച്ചൻ സുഖം പ്രാപിച്ചു. ഇന്ന് രാവിലെ ഡിസ്ചാർജായി. മറ്റു രണ്ടച്ഛന്മാരും ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല.